പ്രിയമുള്ളവരെ, മധ്യ തിരുവിതാംകൂറിലെ മനോഹരമായ ഒരു സ്ഥലം. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും ഈറ്റിലമെന്ന് പറയുന്നത് തിരുവല്ലയാണ്. തിരുവല്ലയ്ക്ക് ചേർന്ന് കിടക്കുന്ന മനോഹരമായൊരു ഭൂപ്രദേശമാണ് നമ്മുടെ വേങ്ങൽ എന്ന് പറയുന്നത്. വേങ്ങലിലെ ഏറ്റവും പ്രത്യേകത നിറഞ്ഞൊരു മുണ്ടകപ്പാടം എന്ന് പറയുന്ന മനോഹരമായ സ്ഥലമുണ്ട്. എന്നാൽ അതിലും പ്രത്യേകത നിറഞ്ഞ മറ്റൊരു സ്ഥലമാണ്. ഇതിനെ പള്ളിമുക്ക് എന്നാണ് ഈ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ഇതിനെ വിളിക്കുന്നത്. പള്ളിമുക്ക് എന്ന് വെച്ചാൽ ഇവിടെ 3 പള്ളികളാണ് ഒരേ ലൈനിൽ ഒരുമിച്ച്, അതായത് ഓരോ പള്ളിയുടെ അതിര് പങ്കിടുന്ന മറ്റൊരു പള്ളി, അതിൻ്റെ അതിന് മറ്റൊരു പള്ളി, അങ്ങനെ 3 വ്യത്യസ്തമായ പള്ളികൾ ഒരേ രീതിയിൽ ഒരേ പുരയിടത്തിൽ തന്നെ നിൽക്കുന്ന അല്ലെ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ കാഴ്ച. ഇത് സെൻറ്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയം വേങ്ങൽ തിരുവല്ല അതിരൂപതയുടെ കീഴിലുള്ള ഈ ഒരു പള്ളി. തൊട്ടപ്പുറത്ത് മറ്റ് 2 പള്ളികളുണ്ട്, അത് നമുക്ക് കാണിക്കാം. ഈ വേങ്ങൽ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം, ഇവിടുന്ന് വലത്തോട്ട് പോകുന്നതാണ് മുണ്ടകപ്പാടം. അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ മുണ്ടകപ്പാടത്ത് മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാവുന്നതാണ്. തൊട്ടപ്പുറത്ത് കണ്ടോ IPC എബനേസർ ചർച്ച്. ഇത് എല്ലാം പള്ളികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. IPC ചർച്ചുണ്ട്, പിന്നെ ഓർത്തഡോക്സ് പള്ളിയുണ്ട്, മാർത്തോമ പള്ളിയുണ്ട്, കത്തോലിക്ക പള്ളിയുണ്ട്. അപ്പോൾ ഇത് 3, 4 അങ്ങനെ പറഞ്ഞാൽ 4 പള്ളികൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഇതുവഴി ഈ മുണ്ടകപ്പാടം എന്ന് പറയുന്നത് മനോഹരമായ 2 വശങ്ങളും നമ്മൾ ശരിക്കും കുമരകം സൈഡിലൊക്കെ പോകുമ്പോൾ കാണുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കിട്ടുക. ഇത് കണ്ടില്ലേ, ബെഥനി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി വേങ്ങൽ എന്ന് പറയുന്ന സ്ഥലമാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ മറ്റേ കത്തോലിക്ക പള്ളിയുടെ അതിര് പങ്കിടുന്ന മറ്റൊരു പള്ളിയാണിത്, ഓർത്തഡോക്സ് പള്ളി. ഇതിനപ്പുറത്തായിട്ട് തന്നെ നമുക്ക് അടുത്ത മറ്റൊരു പള്ളി കൂടി കാണാം. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ അതിൻ്റെ മറ്റൊരു അതിര് പങ്കിടുന്ന പള്ളിയാണ് ശാലേം മാർത്തോമ ചർച്ച് വേങ്ങൽ മാർത്തോമ പള്ളിയാണ് ഇത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മനോഹരമായ ഭൂപ്രദേശം കാണാം. സുന്ദരമായ ഭൂപ്രദേശമാണ്. മുഴുവൻ പാടങ്ങൾ കൊണ്ട് നിറഞ്ഞ, ഇവിടെ മഴ സമയത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളെ പ്രത്യേകിച്ച് ഈ ഒരു കാഴ്ച കാണിക്കുവാനായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് നമ്മുടെ മാർത്തോമ പള്ളി. അങ്ങനെ മാർത്തോമ പള്ളി, ഓർത്തഡോക്സ് പള്ളി, കത്തോലിക്ക പള്ളി, പിന്നെ തൊട്ടപ്പുറത്ത് IPC പള്ളി, അങ്ങനെ 3 പള്ളികൾ ഒരുപോലെ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഞായറാഴ്ചകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പല രീതിയിലുള്ള ആരാധനകൾ നമുക്ക് പങ്കെടുക്കുവാനായിട്ട് കഴിയും, പല രീതിയിലുള്ള ആരാധനകൾ കേൾക്കുവാൻ കഴിയും. തൊട്ടപ്പുറത്ത് മറ്റൊരു IPCയുടെ പ്രാർത്ഥനാലയം, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ആത്മീയ അന്തരീക്ഷം തുളുമ്പി നിൽക്കുന്ന ഈ ഒരു സ്ഥലം വളരെ വിശുദ്ധമാണ്, മനോഹരമാണ്. കാഴ്ചകൾക്ക് ഏറ്റവും പ്രകൃതി സൗന്ദര്യം നൽകുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇത് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ഈ ഒരു കാഴ്ച. നിങ്ങൾക്ക് ഇവിടുത്തെ അനുഭവങ്ങൾ, ഈ ഒരു സ്ഥലവുമായിട്ട് നിങ്ങൾക്കുള്ള ബന്ധം, അല്ല ഈ ഒരു സ്ഥലത്തുകൂടി നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, നിങ്ങളൊന്ന് നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കിടുക. ഇതുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ സ്ഥലത്തെ പറ്റിയും, ഇവിടെ എനിക്ക് തോന്നുന്നത് മഴ പെയ്ത് വെള്ളം കയറി കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് കയറുന്ന സ്ഥലമാണ്. അങ്ങനെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഇവിടെ. അങ്ങനെ വെള്ളം കയറും എന്നുള്ള ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാഴ്ച നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വേങ്ങൽ ഭാഗത്തു നിന്നുള്ള ഈ പള്ളിമുക്കിൻ്റെ ഈ ഒരു കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായി. പുതിയൊരു വീഡിയോയും കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ, സീ യു.